അടുത്ത മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. ആ ചാപ്റ്ററിൻ്റെ പേര് ഫ്രിക്ഷൻ എന്നാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പിന്നെ പഠിച്ചു പോകാൻ ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ രണ്ട് വസ്തുക്കൾ ഇങ്ങനെ ഒരഞ്ഞു പോകുന്നത് ഈ കോണ്ടാക്ട് ചെയ്തിട്ട് രണ്ട് വസ്തുക്കൾ. അപ്പോൾ ഈ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ ഒബ്ജക്റ്റ് നീങ്ങുന്നത് ഈ ഡയറക്ഷനിലോട്ടാണ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ എതിർക്കുന്ന ഫോഴ്സ് ഉണ്ടാകും. ഇത് അങ്ങോട്ട് നീങ്ങുമ്പോൾ അതിനെ എതിർക്കുന്ന ഫോഴ്സിന്റെ പറഞ്ഞ പേരാണ് ഫ്രിക്ഷണൽ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ദ ഫോഴ്സ് ദാറ്റ് ഓപ്പോസസ് ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ two substances in contact with each other. The force that opposes the relative motion between two substances in contact with each other. രണ്ട് വസ്തുക്കൾ കോണ്ടാക്റ്റിലോട്ട് വരുമ്പോൾ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സിന്റെ പറഞ്ഞ പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെന്ന് കരുതിയാൽ അതിന്റെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാകും. എതിർക്കുന്ന ഫോഴ്സിനെ പറഞ്ഞ പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇപ്പൊ ഞാനൊരു വസ്തുവിന് ഒരു ചെയറാണ് ഈ ഒരു ചെയറിന് ഇവിടെ ഇരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഞാൻ തള്ളാൻ ശ്രമിക്കുന്നു. പിന്നെ ഞാൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇത് നീങ്ങുന്നില്ല. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു വസ്തുവിൽ ആദ്യം കൊടുത്തത് 1 ന്യൂട്ടനാണ്. 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് നീങ്ങില്ല. 2 ന്യൂട്ടൺ കൊടുത്തപ്പോഴും നീങ്ങില്ല. എഫിന്റെ കാര്യം 2 ന്യൂട്ടൺ കൊടുത്തപ്പോഴും നീങ്ങില്ല. 3 ന്യൂട്ടൺ കൊടുത്തപ്പോഴും നീങ്ങിയില്ല. 3 ന്യൂട്ടൺ കൊടുത്തപ്പോഴും നീങ്ങില്ല. പക്ഷെ 4 ന്യൂട്ടൺ കൊടുത്തപ്പോൾ നീങ്ങി. 4 ന്യൂട്ടൺ കൊടുത്തപ്പോൾ അത് മൂവ് ചെയ്യാൻ. അപ്പൊ ഈ ഞാൻ ഇവിടെ എല്ലാം ഫോഴ്സ് കൊടുക്കുകയാണ്. ഇവിടെ എല്ലാം ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ്, ഈ ബോഡിയുടെ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് ഞാൻ കൊടുക്കുന്നു. ഇത് മൂവ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് കൊടുക്കുന്നു. പക്ഷെ ഈ ബോഡിയുടെ ഇന്റേണൽ ആയിട്ട് ഒരു ഈ ഫോഴ്സിനെ എതിർക്കുന്ന റീ അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. കണ്ട, ഒരു ഇന്റേണൽ റീ അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് ഈ മോഷനെ എതിർക്കും. അപ്പൊ ഈ മോഷൻ തൊട്ട് മുമ്പ് വരെയുള്ള ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ട, മോഷന് മുമ്പ് വരെയും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആ ബോഡിക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിച്ച പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ വാട്ട് ഈസ് സ്റ്റാറ്റിക്? നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ റെപ്രസെന്റേറ്റർ എഫ് സഫിക്സ് എക്സ് ആണ്. എഫ് എഴുതുക, താഴെ ഒരു എസ് കൊടുക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? The force that opposes the relative motion between two substances when two objects where the actual motion starts. Actual motion start ചെയ്യുന്നതിന് മുമ്പുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറഞ്ഞ പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാട്ട് ആർ ദി ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ലോസ് എന്തൊക്കെയാണ്? അപ്പം നമ്മൾ അറിയണം, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നോർമൽ ഫോഴ്സ്. ഒന്നാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് അതല്ല, നമ്മളിവിടെ ഫസ്റ്റ് പോയിന്റ് ഇത് തന്നെയാണ്. ഇവിടെ 3 ന്യൂട്ടൺ കൊടുത്തപ്പോഴും ഇത് നീങ്ങില്ല. 4ാമത്തെ ന്യൂട്ടൺ കൊടുത്തപ്പോഴാണ് അത് നീങ്ങിയത്. സോ ഈ 3 ന്യൂട്ടൺ ഈ മാക്സിമം കൊടുക്കാവുന്ന ഫോഴ്സാണ് 3 ന്യൂട്ടൺ. സോ ഈ മാക്സിമം ഫോഴ്സിനെ നിങ്ങൾ വിളിച്ച പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ ഒന്നാമത്തെ പോയിന്റ് ഏതാണ്? The maximum value of static friction is called limiting friction. Okay, in രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പറയാം, the static friction is directly proportional to the normal force. Normal force നമ്മൾ ഈ ബോഡി ഇവിടെ ഇരിക്കുമ്പോൾ അതിന്റെ വെയിറ്റ് താഴോട്ടാണ്. ആ വെയിറ്റിന് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെ പറഞ്ഞ പേരാണ് നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് കൂടിയാൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടും. നോർമൽ ഫോഴ്സ് കുറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കുറയും എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ നോർമൽ ഫോഴ്സ് ഇസ് നോർമൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റന്റ് എഴുതാം. ആ കോൺസ്റ്റന്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് മ്യൂ എസ്. വാട്ട് ഈസ് മ്യൂ? ലെറ്ററാണ് മ്യൂ. വിളിക്കാനുള്ള പേര് മ്യൂ എസ്. മ്യൂസിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൂന്നാമത്തെ പോയിന്റാണ് ഇതിന്റെ ഏരിയ.
അപ്പോൾ ഈ ഒരു വസ്തു ഒബ്ജക്റ്റ് ഇത്രയും ഏരിയയാണ് ടച്ച് ചെയ്തിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്ത് കണ്ട ഈ ഏരിയയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അതേ വെയിറ്റ് ഉള്ള ഇതിനൊരു വെയിറ്റ് ഉണ്ട് എം ജി, ഉദാഹരണം 10 ന്യൂട്ടനാണ്. അതേ ഏരിയ ഇല്ല വേറൊരു വസ്തു, ഇതും 10 ന്യൂട്ടൻ വസ്തുവാണ്. ഇതിന് ഫ്രിക്ഷൻ കൂടുതൽ ഇതിന് ഫ്രിക്ഷൻ കുറവ് എന്നല്ല, ഏരിയനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ. ഇവിടെ ഇതിന്റെ വെയിറ്റ് 10 ന്യൂട്ടൻ ആണ്, ഇതിന്റെയും വെയിറ്റ് 10 ന്യൂട്ടൻ ആണെങ്കിൽ ഇത് രണ്ടിനും ഒരേ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇതിന്റെ ഏരിയ കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഫ്രിക്ഷൻ ഫോഴ്സ് കിട്ടത്തില്ല, ഇതിന്റെ ഏരിയ കുറവാണെന്ന് വിചാരിച്ചാൽ ഇവിടെ കുറവ് ഫ്രിക്ഷൻ ഫോഴ്സ് ആയിരിക്കത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. 3 ലോസ് കാണുന്നു. ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? The force that opposes the relative motion between two objects where the actual motion starts. Okay, the maximum value of static friction is called the limiting friction. The static friction is directly proportional to the normal force, where Fs is equal to μs into n. μs is called the coefficient of static friction. It is independent of the area of contact. It is independent of the area of contact. Area of contact ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ 4 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഈ വസ്തു നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വസ്തുവിന് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടും. ദാറ്റ് ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതിനെ നമ്മൾ Fk എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റ് ഇത് മോഷനിലാണ്. അപ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. മോഷൻ ഇരിക്കുമ്പോൾ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ വിളിച്ച പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം? The force that opposes the relative motion between two objects where the actual motion starts, that is called the kinetic friction. Kinetic friction is also directly proportional to the normal force. So Fk is equal to K into n. This is independent of the area of contact. Area of contact is independent independent of area of contact. അതുപോലെ തന്നെ മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഉണ്ട്. സോ വെലോസിറ്റിനെ അത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് കൂടെ പറയാം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഏരിയയുടെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏരിയയുടെ നേച്ചർ. It depends on the nature of the area of contact. Okay, അതൊക്കെയാണ് അതിന്റെ ഫ്രിക്ഷൻ ലോസ്. ഇനി നമ്മൾ വേറെ ഫ്രിക്ഷൻ നോക്കിയോ, ദാറ്റ് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ നമ്മൾ അപ്പൊ ഒരു ബോഡി വേറൊരു ബോഡിയിൽ ഇങ്ങനെ റോള് ചെയ്യും. കണ്ടോ, ഇപ്പൊ ഉരുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ ഉരുണ്ട് പോകുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഫ്രിക്ഷൻ ഫോഴ്സിനെ പറയുന്ന പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ. സോ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ ഫോഴ്സ്. അപ്പോൾ Fr നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി വെലോസിറ്റി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഏരിയ. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ റോളിംഗ് ഫ്രിക്ഷൻ ആണ്. ഈ 3 ഫ്രിക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഫ്രിക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. രണ്ടാമത് വരുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. ഏറ്റവും ചെറിയ ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷൻ. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളൊക്കെ സർക്കിൾ ഷേപ്പിൽ വരുന്നത്, റോൾ ചെയ്ത് പോകാൻ വേണ്ടി. റോളിംഗ് ഫ്രിക്ഷൻ കുറവാണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ Fsന്റെ ആൻസർ ആണ് പറയുന്നത്. ഈ Fk രണ്ടാമത് അതിൻ്റെ കാര്യം ചെറുത്, ഏറ്റവും ചെറുത് റോളിംഗ് ഫ്രിക്ഷൻ. ഇൻ ടേംസ് ഓഫ് മ്യൂവിൽ പറയാം, µs, µk, µr. ഇതാണ് ഏറ്റവും വലുത്, ചെറുത് ഏറ്റവും ചെറുത് അതിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രിക്ഷനെ പറ്റി ഒരു 3 ടൈപ്പ് ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഫ്രിക്ഷൻ 3 ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞു, അതിൻ്റെ ലോസും പറഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരീക്ഷയ്ക്ക് വരും. ഇപ്പോൾ 3 മാർക്കിനൊക്കെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അത് എഴുതാൻ പറ്റണം. ഇനി നമുക്ക് വരുന്നതാണ് എന്താണ് ഫ്രിക്ഷൻ്റെ
ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഫ്രിക്ഷൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റും പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ പറയാം. ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഓരോ വസ്തുവിനെ പിടിച്ച് നിർത്താൻ പറ്റും. ഫ്രിക്ഷൻ ഹെൽപ്പ് us to hold things, ഫ്രിക്ഷൻ ഹെൽപ്പ് us to walk, എനിക്ക് നടക്കാൻ പറ്റുന്നത്. ഫ്രിക്ഷൻ ഹെൽപ്പ് us to digestion of food, ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഹെൽപ്പ് us to climb tree, എനിക്ക് വലിഞ്ഞ് കയറാൻ പറ്റുന്നത്, മരത്തിലൊക്കെ വലിഞ്ഞ് കയറാൻ പറ്റുന്നത് ഫ്രിക്ഷൻ ഉള്ളതാണ്. ഫ്രിക്ഷൻ ഹെൽപ്പ് us to climb tree, ഫ്രിക്ഷൻ ഹെൽപ്പ് us to fix the nail over the wall, ഒരു ചുവട്ടിൽ ആണി അടിച്ച് കയറ്റാൻ പറ്റുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. Friction helps us to stop vehicles while applying brake apply ചെയ്യുന്നത് വണ്ടി ഇരിക്കുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. സോ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾ പറയാം ഫ്രിക്ഷൻ ഹെൽപ്പ് us to hold things, friction help us to walk, friction help us to digestion of a food, friction help us to climb trees, friction help us to fix the nail over the wall. Okay, അപ്പോൾ അത്തരം പോയിന്റുകൾ. ഫ്രിക്ഷൻ help us to stop vehicles while applying brake. Second, friction advantage. What are the disadvantages of friction? Friction's disadvantages എന്തൊക്കെയാണ്? It slow down the moving part of machine. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ പാർട്ടിൻ്റെ സ്പീഡ് കുറയ്ക്കും. അതാണ് ഫ്രിക്ഷൻ ഹെൽപ്പ് us to slow down the moving part of a machine. ഇനി ഫ്രിക്ഷൻ causes wear and tear. തേയ്മാനം സംഭവിക്കും. ഫ്രിക്ഷൻ causes wear and tear. ഇനി എന്താ സംഭവിക്കുക? ഇങ്ങനെ വിയർ ആൻഡ് ടിയർ സംഭവിക്കുമ്പോൾ കണ്ട ഇങ്ങനെ തേയ്മാനം സംഭവിക്കുമ്പോൾ എനർജി നഷ്ടപ്പെടും. നിങ്ങൾ ഇതിൻ്റെ കയ്യിലെടുത്ത് വരച്ച് നോക്കിയാൽ കാണാൻ പറ്റും എന്തൊക്കെ എനർജിയാണ്. നിങ്ങൾ ഇപ്പം സൗണ്ട് എനർജി ഉണ്ട്, അതേപോലെ തൊട്ട് നോക്കി ഹീറ്റ് എനർജി അല്ലേ. അപ്പം എനർജി ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് സൗണ്ട്. ഓക്കെ, എഫിഷ്യൻസി ഓഫ് ദി മെഷീൻ റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ ഹീറ്റ് ആയി ഇറ്റ് മേ കോസ് ഫയർ ഉണ്ടാകാനുള്ള ചാൻസസ്. അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. പിന്നെ നമുക്ക് ഫ്രിക്ഷൻ എങ്ങനെയൊക്കെ കുറയാം? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രിക്ഷൻ്റെ ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഒന്ന് നമ്മൾ ലൂബ്രിക്കേഷൻ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ മെഷീൻസ് ഒക്കെയാണ് വരുന്നത്. നമ്മളത് ഫോർ ലൈറ്റർ മെഷീൻസ് ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ ഓയിൽ ഉപയോഗിക്കും അല്ലേ. ഫോർ വെരി ഹെവി മെഷീൻസ്, ചെറിയ ഹെവി മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്യും. ലൂബ്രിക്കൻ്റ് ആയിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്യും. ഇനി വെരി ഹെവി മെഷീൻസ്, ഭയങ്കര വലിയ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ്, ഒരു മാർക്കിനൊക്കെ ചോദ്യം വരും. സോളിഡ് വാട്ട് ഇസ് സോളിഡ് ലൂബ്രിക്കൻ്റ്? സോളിഡ് ലൂബ്രിക്കൻ്റ് എന്നുള്ളത് ഗ്രാഫൈറ്റ് ആണ് അതിൻ്റെ എക്സാം. അപ്പോൾ സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ്. പിന്നെ എന്താണ്? പോളിഷിംഗ് ദി റഫ് സർഫസ് അല്ലേ. പോളിഷിംഗ് ദി റഫ് സർഫസ്. അപ്പോൾ റഫ് സർഫസിനെ സ്മൂത്ത് ആക്കും. അപ്പോൾ ഈ സെക്ഷൻ പറയും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ബോൾ ബിയറിങ്സ്. ബോൾ ബിയറിങ്സ് ഉപയോഗിച്ചാൽ മൂവ് ചെയ്യുന്ന പാർട്സിൽ ബോൾ ബിയറിങ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പം നമുക്ക് പഠിച്ച് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സിമ്പിളാണ്. ഇതിൽ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, ഇതൊക്കെയാണ്. സോളിഡ് ലൂബ്രിക്കൻ്റ് ഏതാണ്, എങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാം, എങ്ങനെ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകും, ഫ്രിക്ഷൻ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക. നല്ല മാർക്കുകളിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. ഫിസിക്സിന് പോളി ഫസ്റ്റ് സെമ്മിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും സപ്ലി ഒന്നും ഇല്ലാതെ പാസ്സാവാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വെരി ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് എക്സാം